പക്ഷേ മൗലവി പറയാം, മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാരെയാണ് വഹാബികൾ ദൈവാക്കിയത്. അത്യാവശ്യമൊക്കെ പൊടിക്കൈ ഡോക്ടറെ കയ്യിൽ പോക്കറ്റിലുണ്ട് എന്നാ മനസ്സിലാക്കിയേ. ആ ഡോക്ടറെ ഇനി കയ്യൂലെന്ന് പറയുമ്പോഴാണ് ബാപ്പ അത്യാവശ്യം കുയ്യക്ക് കാലിട്ടതിൻ്റെ ശേഷം ആ ദുആ തുടങ്ങണമെന്നാ മൗലവി പറയണേ. ഇതൊക്കെ പറഞ്ഞിട്ട് മൗലവി ഇപ്പം പറയണത് എന്താ അറിയോ? ഈ സുന്നി മൗലവിമാർ പരലോകത്ത് വന്ന അള്ളാൻ്റെ മുമ്പിൽ കുടുങ്ങും. കാരണം നമ്മൾ പറഞ്ഞത്രേ ഔലിയാക്കാണ് കഴിവുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു എന്നാ മൗലവി പറയണേ. മഹ്ശറയിൽ വന്നിട്ട് നമ്മുടെ ഉസ്താദുമാര് പറയുന്ന ഒരു രംഗം അല്ലാഹ് വിവരിക്കുക. എന്താ? മഹ്ശറയിൽ വന്നിട്ട് നമ്മളൊക്കെ നയിച്ച പള്ളിയിലെ കാവ്യാട് അള്ളാന്റെ ഇച്ഛ കാണുമ്പോ അവര് പറയും, വലൗ യറല്ലദീന വലമു ഇത് യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. പരലോകത്ത് വെച്ച് നമ്മുടെ സഖാഫിമാരും ഫൈസിമാരും ദാരിമിമാരും അഹ്സനിമാരും പരലോകത്ത് വെച്ചിട്ട് ജനങ്ങളോട് എന്താ പറയണറിയോ? ഭൂമി ലോകത്ത് വെച്ച് പല ഔലിയാക്കൾക്കും പല കഴിവുണ്ട്, നിങ്ങളോട് ഞങ്ങൾ നുണ പറഞ്ഞതായിരുന്നു. കണ്ടങ്ങൾ എത്ര പ്രസംഗത്തിലായി ബാലുശ്ശേരിക്ക് ഞാൻ എന്നെ അന്നൽ കുവത്ത ഓതിക്കൊടുത്തത്. പൊന്നാര ചെങ്ങായി, മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കൊരു കഴിവില്ല. ബാപ്പ കുയ്യക്ക് കാല് നീട്ടോളം ഈ ദ്വാരക്കാൻ കാത്തുക്കണ്ട. പാരസെറ്റാമോള് കുടിക്കുമ്പോ തന്നെ ദുആ തുടങ്ങിക്കോ. കാരണം അന്നൽ ഖുവത്തലില്ലാഹി ജമീഅ വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പരലോകത്ത് പോയതാ നമ്മളെ. അരിയും തിന്ന് ആശാരിച്ചിനും കടിച്ച് മൗലവി പിന്നെ നമ്മളെ മേക്കിട്ട് കയറുകയാണ്. അത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ്. എങ്ങനുണ്ട്? മഹ്ശറയിലോ എന്താ പറയണറിയോ? അന്നൽ ഖുവതലില്ലാഹി ജമീഅ. ചെങ്ങായി, ഈ മരിച്ചിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കേട്ടളാ. ഞങ്ങൾ അത് ഓതിത്തരുന്നത് നിങ്ങൾക്ക് അള്ളാഹ്ക്കായിരുന്നു. ഇവർക്കാർക്കും ഒരു സൂചിപ്പൊട്ടിന്റെ വലുപ്പത്തിൽ കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങക്ക് ഔലിയാക്കൾക്ക് മാത്രമേ കഴിവില്ലാത്തതുള്ളൂ. ഞങ്ങൾക്ക് ഡോക്ടർക്കും കഴിവില്ല, എഞ്ചിനീയർക്കും കഴിവില്ല, വൈദ്യർക്കും കഴിവില്ല, സംസം വെള്ളത്തിനും കഴിവില്ല, മന്ത്രിച്ചൂതിയ നൂലിനും കഴിവില്ല, മക്കുബറയിലെ ഔലിയാക്കൾക്കും കഴിവില്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കും കഴിവില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. നിങ്ങൾ എന്താ ചെയ്തത്? സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തു. ഭൗതികമായ കഴിവ് മനുഷ്യൻ്റെതാണ് എന്ന് നിർവചിച്ചു. അഭൗതികമായത് മാത്രം ദൈവത്തിലേക്ക് കൊടുത്ത് ഈ ഉമ്മത്തിൽ കുഫ്രിയത്ത് പഠിപ്പിച്ച കക്ഷികള് ഇത്രയും കാലം ഞങ്ങളായത്തോതി തന്നിട്ട് പരലോകത്ത് ഞങ്ങളാണ് ഇതിൻ്റെ പേരിൽ കുടുങ്ങുക എന്ന് പറയുമ്പോ അതും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന പാവപ്പെട്ട മുസ്ലിമിന്റെ ഗതികേട് കണ്ടോ? അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ചെയ്ത മനുഷ്യന്മാരോട് അല്ലാഹ് പറയണേ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹ് നിങ്ങളെ തൗബ സ്വീകരിക്കുന്നതാണ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. ഇത് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരുക്കമില്ലാത്ത മുനാഫിക്കീങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അത് ശിർക്കാനെന്ന് പറഞ്ഞ് ഞാനും റസൂലുള്ളയും അല്ലാഹുവിന്റെ അടിമാണെന്ന് പറഞ്ഞ് സമീകരിച്ച അഹങ്കാരം പറയുന്ന വഹാബികളുണ്ട്. അത് ഇസ്ലാമിന്റെ ലക്ഷണങ്ങളല്ല. ഈ ആയത്ത് വിശദീകരിച്ച് എത്ര ഇമാമുമാരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്ന് പൊറുക്കലിനെ തേടിയ കഥ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ എന്നത് വഹാബികളുടെ ആധികാരിക ഗ്രന്ഥമാണ്. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഇബ്നു കസീർ വായിക്കണമെന്ന് വഹാബികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇബ്നു കസീറിൽ അദ്ദേഹം പറയുകയാണ്, യുർഷിദു തആലൽ ഉസാത വൽ മുദ്നിബീന അൻ യഅ്തു ഇലർ റസൂൽ. തെറ്റു ചെയ്ത ആളുകളോട് അല്ലാഹു പറയുന്നത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാനാണ്. ഇത് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ങ പോണെന്നാ പറഞ്ഞേ. എന്തുകൊണ്ട്? തഫ്സീർ എഴുതുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ്. അല്ലെങ്കിൽ എന്തു പറയണം? ഇത് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹിനോട് പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞതാണ്, അതോടുകൂടെ ഈ ആയത്ത് കഴിഞ്ഞ് ക്ലോസ് ആക്കിയിട്ടുണ്ട് എന്നല്ലേ പറയണ്ടേ?
അതല്ല റസൂലുള്ളാഹിന്റെ അടുത്ത് പോണെന്നാ പറഞ്ഞത്. ഇനി പോണെന്ന് പറഞ്ഞത് ജാറത്തിങ്ങലാണ് എന്നതിന് തെളിവ് മറ്റൊന്നുകൂടിയുണ്ട്. പോണെന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരെ, ഇബ്നു കസീർ ഒരു സംഭവം കൊണ്ടുവരികയാണ്, ഞാൻ ചുരുക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്ങ വന്നിട്ട് സഹായം തേടുകയാണ്, ദോഷം പൊറുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നും നിങ്ങൾ റൗളന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ റൗളന്റെ തൂണുകളിൽ സ്വർണ്ണലിപികളാൽ കൊത്തിവെക്കപ്പെട്ട ഒരു ബൈത്തുണ്ട്. അള്ളാന്റെ റസൂലിനെ വിളിക്കുന്ന പാപമോചനം തേടുന്ന ബൈത്താണ്. അത് ചൊല്ലുന്നു, അള്ളാനോട് ദ്വാരക്കുന്നു, റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഉത്തബി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ പണ്ഡിതൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു. ആ വന്ന മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുത്ത വിവരം കൊടുക്കുന്നു. സഹോദരങ്ങളെ, എത്ര മഹാന്മാരാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു എന്ന് മാത്രമല്ലല്ലോ, നിങ്ങൾ നോക്ക്, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മദീന സിയാറത്തിന് പോകുന്ന മനുഷ്യരോട് പറയാണ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറത്തുങ്ങ ചെല്ലണം, ഹബീബായ തങ്ങളോട് സലാം പറയണം, അവിടത്തെ സഹോദരങ്ങളായ 2 സ്വഹാബിമാരോട് സലാം പറയണം, എന്നിട്ട് റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചാടാൻ പറയണം, തവസ്സുലും ഇസ്തിഗാസയും ചെയ്യണമെന്ന് ജീലാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബവി ഇമാം പഠിപ്പിക്കുകയാണ്. അവിടത്തെ ഈലാഹിലുണ്ട്, ജീലാനി തങ്ങളെ ഉന്നത്തിലുണ്ട്, ധാരാളം ഇമാമിങ്ങളെ കിതാബിലുണ്ട്. അപ്പൊ വഹാബി മൗലൈമാരിഞ്ഞ് വന്നിട്ട് എന്താണ് പറയാ, അതിന്റെ സനത് ലൈഫാണ് മൗലിയാരെ എന്നാ പറയാ. എന്നാൽ മുസ്ലിമീങ്ങളെ, അതിനും മുജാഹിദ് മൗലവി തന്നെ പറയുന്നുണ്ട്, സനത് എന്നത് റാസി ഇമാമിന്റെ ഒരു കിതാബ് ഉദ്ധരിച്ചിട്ട് ഫൈസൽ മൗലവി പറയാണ്, അതിന്റെ സനദിനെ പറ്റി പല ചർച്ചയുണ്ടാവും, അത് നമ്മൾ പ്രശ്നമാക്കണ്ട. ഇതാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. സനദിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഇതിൽ ശിർക്കുണ്ട് എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല, നബവി ഇമാം പറഞ്ഞിട്ടില്ല, ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല. 10-40ഓളം മുഫസ്സിറുകൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചതുകൊണ്ട് ഇത് ശിർക്കിന്റെ ആശയമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ സനദിന്റെ ചർച്ചയല്ലേ, അതിന് മറുപടി മൗലവി തന്നെ പറയും. ഈ ആയത്തിനെ വ്യാഖ്യാനത്തിൽ കൊടുത്ത സംഭവമാണ്. അത് സനദ് കൊണ്ട് സ്വഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതാണ്. അപ്പൊ സനദിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ലൈഫാന്ന് പറഞ്ഞാലും സ്വഹീഹാന്ന് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇതിന്റെ ഇതിവൃത്തത്തിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞ ഇമാമേ ഇല്ല. ഇനി ഫൈസൽ മൗലവി ഇവിടുന്ന് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഏതെങ്കിലും ഒരു ജാറത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ജാറത്തിനെ ആരാധിച്ചിട്ടുണ്ടോ എന്ന് മൗലവിന്റെ ചോദ്യമാണ്. അത് അയാളെ ഭാഷയാണ്. അല്ലാഹുവില്ലാത്തവരുടെ താല്പര്യത്തിന് വേണ്ടി, അല്ലാഹുവില്ലാത്തവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലാഹുവില്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഖബർസ്ഥാനിലേക്ക് ചെന്ന, ഒരു ദർഗയിലേക്ക് ചെന്ന, ഒരു ആൾ ദൈവത്തെ പ്രതിഷ്ഠിച്ച ഒരു മനുഷ്യനെ പോയി ആ മനുഷ്യനോട് വണങ്ങിയ, ആ മനുഷ്യനെ ആരാധിച്ച, ആ മനുഷ്യനോട് പ്രാർത്ഥിച്ച, ഒരു സൃഷ്ടിയെയും ആരാധിച്ച, ഒരു സൃഷ്ടിയെയും ആ നിലയ്ക്ക് വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സ്വഹാബിയെ ആ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇയാള് പറഞ്ഞ സ്വഹാബിയെ കാണൂല. പക്ഷേ വഫാത്തായ റസൂലുള്ളാഹിന്റെ ജാറത്തുങ്ങ പോയിട്ട് ആ റസൂലുള്ളാഹിനോട് ദുന്യാവിലെ വിഷയം പറഞ്ഞ സ്വഹാബിമാരുണ്ട്, ആഖിറത്തിന്റെ വിഷയം പറഞ്ഞ സ്വഹാബിമാരുണ്ട്. ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അതാ ഉമർ തങ്ങളുടെ കാലത്ത് മദീന മണ്ണ് മഴയില്ലാതെ വിഷമിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ ജാറത്തുങ്ങ ചെന്നിട്ട് പറയാണ്, ഇസ്തസ്കിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണം തങ്ങളെ. ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബി ഫതുൽ ബാരിയിലടക്കം അത് സ്വഹാബിയാന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വഹാബി ചെന്നിട്ട് റസൂലുള്ളാഹിനോട് മഴ തേടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ റെക്കമെൻഡിൽ മദീനത്ത് മഴ പെയ്യുകയാണ്. ഇത് പറഞ്ഞാൽ മൗലവിമാര് പിന്നെ മിണ്ടൂല. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, ഒരു സ്ഥലത്ത് മൗലവി മുഖാമുഖം നടത്താൻ, ആ മുഖാമുഖത്തിൽ ഇതൊരു കുട്ടി ചെന്ന് ചോദിച്ചപ്പോൾ മൗലവി കുടുങ്ങി. കാരണം കൃത്യമായി കിതാബിലുള്ളതല്ലേ, ഏകമായ ഡയലോഗ് അടിച്ചു പോലെ നടക്കൂലല്ലോ. അപ്പം മൗലവി പറഞ്ഞു, അത് ഇസ്തിഗാസയല്ല, അത് തവസ്സുലാണ്, അത് ശിർക്കല്ല, അത് ബിദ്അത്താണ്. നമ്മെ സംബന്ധിച്ച് നബി അസ്സലാത്തും ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന സംഭവം തീർച്ചയായും ശിർക്ക് തന്നെയാണ്. ഒരു സംശയം നമുക്ക് ആ വിഷയത്തിൽ ഇല്ല.
നമ്മെ സംബന്ധിച്ച് നബി അസ്ലാത്തും ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന സംഭവം തീർച്ചയായും ശിർക്ക് തന്നെയാണ്. ഒരു സംശയം നമുക്ക് ആ വിഷയത്തിൽ. ഇനി ഒരാൾ വന്ന് പറഞ്ഞു അത് ശിർക്കാണോ? അത് ശിർക്കല്ല, അത് ഇസ്തിഗാസയുമല്ല, അത് തവസ്സുലാണ്. അപ്പൊ ഇസ്തിഗാസയല്ല, ഇത് തവസ്സുലാണ്. തവസ്സുല് ബിദ്അത്താണ്, അതുകൊണ്ട് അത് ശിർക്കല്ല. കൊട്ടപ്പുറം സംഭവത്തിൽ തവസ്സുലും ശിർക്കാണ് എന്നാണ് വഹാബികൾ വ്യവസ്ഥ എഴുതിയത്. പക്ഷെ പിന്നൊരു മുഖാമുഖത്ത് ചെന്നു ഇത് ശിർക്കല്ലെന്ന് കേട്ടപ്പോൾ മുജാഹിദീങ്ങളൊക്കെ വസ്വാസായി. അങ്ങനെ അയാൾ ചെന്നിട്ട് പറഞ്ഞു അത് ശിർക്ക് തന്നെയാണ് അടുത്ത പ്രസംഗത്തിൽ. നമ്മെ സംബന്ധിച്ച് നബി അസ്ലാത്തും ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന സംഭവം തീർച്ചയായും ശിർക്ക് തന്നെയാണ്. ഒരു സംശയം നമുക്ക് ആ വിഷയത്തിൽ ഇല്ല. സംശയമില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ അത് തവസ്സുലാണ്, ശിർക്കല്ല എന്ന് പറഞ്ഞത്. ഇത് രണ്ടും പാടിയായപ്പോ ആകപ്പാടെ കുഞ്ഞിരായും കൊടുക്കായി പ്രശ്നമായി. അപ്പൊ മൂപ്പര് പറഞ്ഞു നമ്മൾ ആൾക്കാരൊക്കെ ഒസ്വാസായിട്ടുണ്ട്. അപ്പൊ ഒസ്വാസായപ്പോ ഞാനാണ് തിരുത്തിയതാണ്. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് കൊണ്ടുപോവുകയും നമ്മൾ ആൾക്കിടയിൽ പോലും അത് വസ്വാസനാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ ആ ഫിത്ന അവസാനിപ്പിക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വ്യക്തമായി പറഞ്ഞു, അത് ശിർക്ക് തന്നെയാണ്. ഞാൻ അവിടെ പറഞ്ഞ അബദ്ധമാകുന്നു. അപ്പൊ നേരത്തെ ഈ ശിർക്കല്ല എന്ന് പറഞ്ഞപ്പോ മുജാഹിദീങ്ങൾ ചോദ്യം ചെയ്തു. അപ്പുറത്ത് മാറ്റിയത് തവസ്സുലാണ് എന്ന് പറഞ്ഞപ്പോ ചോദ്യം ചെയ്തപ്പോ ഇസ്തിഗാസയാക്കി. ഇസ്തിഗാസ എന്ന് പറഞ്ഞ ആകെ പ്രശ്നമായി. പിന്നെ ആൾക്കാർ പറഞ്ഞു ഇന്നലത്തെ ശിർക്ക് ഇന്ന് തൗഹീദാകുമോ? അപ്പൊ മൂപ്പര് പറയേ അതൊന്നും ആയിട്ടില്ല, അത് ഇങ്ങനെ വിശ്വസിച്ചാൽ മതി. അല്ലാതെ അതുവരെ ശിർക്കല്ലാത്ത ഒന്ന് പിന്നെ അങ്ങ് ശിർക്കാക്കി മാറ്റി, അതുവരെ ശിർക്കായ ഒന്ന് പിന്നെ ശിർക്കല്ലാതാക്കി മാറ്റി, അങ്ങനെയൊന്നും അതിലില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വിശ്വസിച്ചോളണം. ഈ പറഞ്ഞതൊക്കെ മുഴുങ്ങിക്കൊള്ളണം. ഇനിയോ സഹോദരന്മാരെ ഞാൻ ചുരുക്കാൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഇവിടെ നഈമി സൂചിപ്പിച്ചു പോയി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹാബിയായ മൗലവി ഇവിടെ പച്ചയായ കളവ് പറയാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ ബഹുമാനിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ജാറത്തിനെ സംബന്ധിച്ച് മൗലവി പറയാണ് അങ്ങനെ ഒരു ജാറമില്ല, അത് കള്ളജാറമാണെന്നാണ്. അത് പണ്ട് നാദാപുരത്ത് വെച്ച് മൗലവി അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞപ്പോ സഹോദരന്മാരെ അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പൊടിച്ച് തിരുത്തി കൊടുത്തതാണ്. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതെ മൗലവി കഴിച്ചിലായതാണ്. പക്ഷെ ഇവിടെ വന്നുകൊണ്ട് വീണ്ടും ആ കളവ് മൗലവി ആവർത്തിക്കുകയാണ്. ജാറാന്ന് പറഞ്ഞിട്ട് വലിയൊരു ജാറവും വലിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ച ഒരു വിളക്കൊക്കെ ഉള്ള ഏതോ ഒരു റൂമിയുടെ കബറാ. എവിടോ കോനിയിലോ തുർക്കിയിലോ എവിടെ കോനി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞിട്ടൊരു സൂഫി, ഒരു പഴച്ച ചങ്ങാതി, അയാളുടെ കബറിന്റെ ഫോട്ടോ കൊടുത്തിട്ട് മുത്തുമുസ്തഫായിയുടെ കബറാന്ന് പറഞ്ഞിട്ട് എത്ര കാലം ഈ മലയാളികളെ പറ്റിച്ചു മുസ്ലിയാക്കന്മാരെ നിങ്ങള്. ഇത് മൗലവി നാദാപുരത്തെന്ന് പറഞ്ഞപ്പോ പേരോട് ഉസ്താദ് അതിന് തെളിവടക്കം മറുപടി പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആ കളവ് ഇവിടെ മൗലവി ആവർത്തിക്കുകയാണ്. അന്ന് പേരോട് ഉസ്താദ് അതിന് മറുപടി കൊടുത്തത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫുണ്ടല്ലോ, ആ റൗളാ ശരീഫിന്റെ മേലെ ഇപ്പോഴും പട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹിനോടുള്ള വിരോധം കൊണ്ട് മൗലവി പറഞ്ഞതാണത്. നിങ്ങൾ കണ്ടോ, ഇത് പേരോടച്ചടിച്ചതല്ല. സൗദിയിലെ ഒരു പത്രം ഉദ്ധരിച്ച് വിശദമായി മറുപടി പറഞ്ഞു. പിന്നെ നാദാപുരത്ത് മൗലവി മറുപടിക്ക് വന്നപ്പോ ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല. വീണ്ടും അടുത്തൊരു പ്രസംഗത്തിൽ പേരോട് ഉസ്താദ് അതാ വിശദമായി അതിന് വിശദീകരണം കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരണം കിട്ടിയാൽ പിന്നെ ഒന്നിരിക്കുക അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ പിന്നെ ആ കളവ് ആവർത്തിക്കാതിരിക്കണ്ടേ. ഇതല്ലേ പടച്ചവനെ പേടിയുള്ളവർ ചെയ്യേണ്ടത്. മൂന്നാമത് വീണ്ടും പേരോട് ഉസ്താദ് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവിടുന്ന് മൗലവി ആനത്തല പോലത്തെ ചോദ്യം ചോദിച്ചില്ലേ, അതിന് നല്ല ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി ഞാൻ കൊടുത്തില്ലേ. പിന്നെ അതും കൊണ്ട് പറഞ്ഞ് നടക്കണല്ലേ പിന്നെ പണി. എന്നാലേ മൗലവി കൊടുത്ത് ചോദിച്ചു മദീനത്ത് ജാറം മൂടലുണ്ടോ, വെളുക്കത്തിക്കലുണ്ടോ? ഞാൻ ചോദിച്ചു പിന്നെ അവരൊക്കെ ഇരുട്ടിലിരിക്കലാ, ഇരുട്ടിലിരിക്കലാ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞാന് അവിടുത്തെ ജാറത്തിന്റെ കൊമ്പന്റെ ചിത്രവും
അതുപോലെ തന്നെ കബറിന്റെ മേലെ പച്ചപ്പട്ട് പിരിച്ചുകൊണ്ടുള്ള എല്ലാം വിശദമായി പേരോട് ഉസ്താദ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു കൊടുത്താൽ പിന്നെ കളവ് വീണ്ടും മുസ്ലിമീങ്ങളിൽ ആവർത്തിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ മുന്നിൽ വസ്തുത ബോധ്യപ്പെടുത്തലല്ല, കാര്യം മനസ്സിലാക്കലല്ല വഹാബികൾ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിനെ കുറിച്ച് ഇവിടെ മൗലവി പറഞ്ഞു. കറാമത്തുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാട് കയറിയ വർത്താനം മൗലവി പറയാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ കറാമത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് നമുക്കുണ്ട്. ആ നിലപാട് ഇവിടെ നഈമി ഉസ്താദ് വിശദീകരിച്ചു. പക്ഷേ നഈമി ആരോടോ ചൂടായി, അതുകൊണ്ട് ഇവിടെ ആകെ പ്രശ്നമെന്നൊക്കെയാണ് മൗലവി പറയുന്നത്. പക്ഷേ സത്യത്തിൽ എന്താന്ന് ചോദിച്ചാലേ, ചില ആളുകൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാ പരീക്ഷ കഴിഞ്ഞാലും പുറത്തിറങ്ങുന്ന ഒരു ക്ലിപ്പുണ്ട്. ശനിയാഴ്ച SLC പരീക്ഷ എഴുതി, അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ കറാമത്ത് കൊണ്ട് ജയിച്ചൊരു കഥ പറയണ മൂല്യാർ. ആ മൂല്യാർ ചിലപ്പോൾ എവിടുന്നെങ്കിലും കേട്ട് ഓർമ്മീന്ന് പോയതോ പറഞ്ഞ ഓർമ്മ തെറ്റിയതൊക്കെ ആവാം. ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കേട്ടു. ഞാൻ ആ ചാനൽ മുതലാളിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പരീക്ഷ എഴുതിയ കുട്ടി ആരാണ്? മുതലാളിക്ക് മറുപടി ഇല്ല. അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, അത് സംസാരിച്ച മൂല്യരെ നമ്പർ തരാ. ആ നമ്പർ വാങ്ങി ആ മൂല്യർക്ക് വിളിച്ചോ, പറഞ്ഞു അത് ആരാന്നൊന്നും അറിയില്ല, എവിടുന്നോ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇതിനെയാണ് പേരോട് ഉസ്താദൊക്കെ കുളൂസ് കറാമത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ആര് പ്രചരിപ്പിച്ചാലും അവരെ പ്രതിരോധിക്കലാണ് നമ്മുടെ ബാധ്യത. നിങ്ങൾ നോക്ക്, ഇവർക്ക് CM വലിയുള്ളാഹിയോടുള്ളൊരു മഹബത്ത് എത്രയാണ്. സ്വന്തം കൂട്ടത്തിലെ ഒരു മുസ്ലിയാരെന്ന നിലക്ക് ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് പറഞ്ഞൊരു കാര്യം വഹാബികളുടെ കയ്യിലെത്താൻ. ഇവർക്ക് വഹാബികളോടാണോ മഹബത്ത്, അതല്ല സുന്നത്തി ജമാഅത്തിനോടാണോ മഹബത്ത്? എന്നിട്ട് അതൊക്കെ ഏറ്റുപിടിച്ചിട്ടാണ് ഹുസൈൻ സലഫി ഇവിടെ കാട് കയറിയ ഡയലോഗ് അടിക്കുന്നത്. നഈമിയൊക്കെ ആകെ പ്രശ്നത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരുപാട് തള്ളുകൾ തള്ളിയപ്പോ ഈ കൊല്ലത്തും പരിസരത്തും ഒക്കെ പരിചയമുള്ളയാളല്ലേ ഫാറൂഖ് നഈമി. അയാൾക്ക് ബേജാറായി. അയാൾ ഈ മടവൂരിന്റെ ഈ രൂപത്തിലുള്ള കറാമത്തുകൾക്ക് വേണ്ടി ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആളെ വിളിച്ചിട്ട് കനത്ത താക്കീത് കൊടുത്തു. ഉറപ്പല്ലേ? അതല്ല തൻ്റെ ആലിമീങ്ങൾ ചെയ്യേണ്ടത്. അതന്നെയാണ് ഒരു ആലിമ് ചെയ്യേണ്ടത്. അപ്പണിന്യ ചെയ്തത്. അതിപ്പോ പുതുമുള്ളൊരു കാര്യമല്ല, പണ്ടും ഞങ്ങൾ ആലിമീങ്ങൾ അങ്ങനെയാണ്. താക്കീത് പറഞ്ഞത്, ഇനി മേലാൽ ഇങ്ങനെ മൈക്കിയും പിടിച്ച് ആളുകളോട് CMന്റെ കറാമത്തും ചോദിച്ചു കൊണ്ട് നടക്കരുത്. കാരണം നിങ്ങൾ ഈ പറയുന്നതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കറാമത്തുകളല്ല. അതിനെന്താ സംശയോ? എന്നിട്ട് മൂപ്പര് പറയാ, സിറാജുല്ലതിലാകെ കല്ലും അതിന്റെ സിമെന്റും തേപ്പൊക്കെ ഇളകിക്കണ്. എന്തുകൊണ്ട്? ഈ മൗലവിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഷാർജിയിൽ നിന്ന് വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നാണ് മൂപ്പര ഡയലോഗ്. വലിയ കോട്ട കൊത്തളങ്ങളിലാണ് ഞങ്ങളെപ്പോലെയുള്ള വിനീതരായ ആളുകളുടെ ശബ്ദങ്ങൾ അലയടിക്കുന്നത്. എന്താണ് നോക്കി നിങ്ങള്, ഇതിനല്ലേ എട്ടുകാലി മമ്മൂഞ്ഞി എന്നൊക്കെ പറയാ. സിറാജുൽ ഹുദക്കകത്ത് കോളിളക്കമുണ്ട്, മർക്കസിനകത്ത് കോളിളക്കമുണ്ട്, നോളേജ് സിറ്റിക്കകത്ത് കോളിളക്കമുണ്ട്. ഏത് ആ നോളേജ് സിറ്റി എന്നൊക്കെ നിങ്ങളെ പറയാൻ പഠിപ്പിച്ചതൊരു തലി കെട്ടിയ മൂല്യരല്ലേ ചങ്ങായിമാരെ? നിങ്ങൾ ഈ 100 കൊല്ലം നടത്തിയ നവോത്ഥാനൊക്കെ ഏത് അടുക്കളയിലാ പണയം വെച്ചത്? ഇരിക്കട്ടെ, അവിടുത്തെ തേപ്പും സിമെന്റും കല്ലൊക്കെ ഇങ്ങനെ ഈ എറണാകുളത്തും മൈനാഗപ്പള്ളിയിലൊക്കെ ഈ മൗലൈമാര് പ്രസംഗിച്ചിട്ട് ആകെ ഇളകി കിടക്കുകയാണ്. കോളിളക്കം, എന്ത് കോളിളക്കം? ആദർശ രംഗത്ത് കോളിളക്കമുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തൽക്കാല പരിപ്പ് ഇവിടെ വേകൂല. അങ്ങനെയൊക്കെ കുറെ ആഗ്രഹം നല്ലതാണ്. എന്താ അതിന്റെ കാരണം എന്നറിയങ്ങള്? വഹാബികളോട് ഇതുപോലെ നിങ്ങൾ ഇജാതി ഒരു വിരാന്തന്മാരാണ്. ഇവിടെ ഇപ്പോൾ ഹുസൈൻ സലഫിക്ക് ഒരു വലിയന്റെ കറാമത്തോണ്ട് ഒരു ഫ്ലൈറ്റ് നിന്നു എന്നോ ട്രെയിൻ ഓടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ നിങ്ങൾ വഹാബികളോട് ചെന്നിട്ട് ഒരു ബൈക്ക് അപകടത്തിൽ നിന്ന് ജിന്ന് രക്ഷപ്പെടുത്തി എന്നൊന്ന് പറഞ്ഞു നോക്കാണ്, എന്തോ ഒരു തിരുപ്പതി അറിയങ്ങളെ. ഇത് TP അബ്ദുൽ മദനിയും AP അബ്ദുൽ മദനിയൊക്കെ മുജാഹിദിന്റെ വേദിയിൽ നടന്നുകൊണ്ട് മൗലൈമാർ ഈ ജിന്ന് മുജാഹിദ് ഇങ്ങനെ കുറെ പിരാന്ത് പ്രസംഗിച്ചു. ഒരു മേശ അടച്ചാൽ ജിന്നിന്റെ തല കുടുങ്ങും, നിങ്ങൾ തേങ്ങടുമ്പോൾ അത് ജിന്നിന്റെ നടുപ്പുറത്ത് വെക്കും. ഇങ്ങനെ ഒരു ജാതി പ്രത്യേകതരം മാനസിക രോഗികളായി ചില ആളുകൾ നടന്നു. അതേമാതിരി കുറച്ച് ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ നടക്കൂലല്ലോ. അപ്പൊ പറയേണ്ടത് തിരുത്തി പറയും. എന്നാൽ ഇവർക്ക് നോക്കുങ്ങള്
പേര് ഇയാളിട്ട ക്ലിപ്പിനെക്കാളും ഇരട്ടി ഓയിലിച്ചുള്ള ക്ലിപ്പല്ലേ. നിങ്ങൾ ഈ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകും ഒരു വട്ടപ്പാറ വളവ്, ഈ കോട്ടക്കലെത്താൻ നേരത്ത് അവിടെയുള്ള വികസനം മുഴുവൻ ഗവൺമെന്റ് നടത്തിക്കണ്. എന്നാലും ആഴ്ചയിൽ ഒരു 4 ആക്സിഡന്റ് അവിടെ ഉണ്ടാവുന്നതാണ് കഥ. അപ്പൊ അവിടെയൊക്കെ പൊബല് പറയുന്ന മാതിരി ജിന്നിനെ വെച്ചാൽ മതി, ഇവർക്ക് ഔലിയാക്കളും കറാമത്ത് ഏതായാലും പറ്റൂലല്ലോ. അക്കഥ മൗലവി പറഞ്ഞു തരും. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതും. ഇൻസിന്റെ കൂട്ടത്തിൽ നല്ലോലുണ്ട്, അത് ഔലിയാക്കളാണ്. അവർ കറാമത്ത് കാട്ടുമെന്ന് പറഞ്ഞാൽ വഹാബിയാക്കള് ചറുതി വരും. ജിന്നിന്റെ കൂട്ടത്തിലാണെങ്കിൽ ഓക്കെ. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. ഈ മൊബൈൽ തലക്കുമ്പുറത്ത് വെച്ച സുഖമായിട്ട് കരുതിയ ടൈമിൽ നമുക്ക് ഉണരാം. ആ കാലത്താണ് വഹാബികൾ ഈ ജിന്നിനും തെരഞ്ഞു പോണത് സുബൈക്ക് എണീക്കാനേ. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം, എപ്പോഴും വേണം. ഞമ്മക്ക് വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവറേ. ഔലിയാക്കളെയും അമ്പിയാക്കളെയൊക്കെ മദതും കാവലുമാണ്. അള്ളാഹ് നമുക്ക് തരട്ടെ. മുജാഹിദിന് 24 മണിക്കൂറും ഒരു ജിന്നെങ്കിലും വേണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. കണ്ടങ്ങളെ, ഔലിയാക്കളല്ല, CM വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ടൊരു അപകടം ഒഴിവായി. CM വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ടൊരു ബർക്കത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രസംഗിക്കാനാണ്. അത് വിശ്വസിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് അല്ലാഹനെ മനസ്സിലായിട്ടില്ല എന്ന് പറയാനാണ് ഹുസൈൻ സലഫി എന്ന വലിയൊരു മനുഷ്യൻ മണിക്കൂർ ഇവിടെ ചെലവഴിച്ചത്. എന്നാൽ അതേ മുജാഹിദുകൾക്ക് ജിന്ന് കിട്ടിയാൽ കോളാണ്. ആക്സിഡന്റ് എന്ന് ജിന്ന് രക്ഷപ്പെടുത്തി തരും. സുബൈക്ക് ജിന്ന് വിളിച്ചൊണത്തുന്ന് പറയും. ഇജാതി പിരാന്ത് കാട്ടി നടന്നപ്പോ TP അബ്ദുൽ ഖാദിർ മദനി നഈം ഉസ്താദ് പറഞ്ഞ മാതിരി പറഞ്ഞു, നിങ്ങൾ ഇപ്പിരാന്തേറ്റ് ഇവിടെ നടക്കരുത്. അങ്ങനെ പറഞ്ഞു പുറത്തിട്ട ജിന്ന് മുജാഹിദാണ്. നഈമി ഉസ്താദ് ഇങ്ങനെ ഈ തലല്ലാത്ത വർത്താനം പറയണവരോട് നിങ്ങൾ മുണ്ടാന്നാ മതി, കറാമത്തും മുഴുവത്തൊക്കെ ഞങ്ങൾ മട്ടം പോലെ പറഞ്ഞോളാന്ന് പറഞ്ഞീനെ ഭയങ്കര സംഗതിയാക്കി കൊണ്ടെടുക്കണത്. ഇവിടെ ആദർശാകെ ഇടിഞ്ഞു പൊളിഞ്ഞു എന്ന് വീഴുന്നു പറയുന്നത്. സഹോദരങ്ങളെ, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ആ കറാമത്ത് യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്നാൽ കേൾക്കുന്നവർക്ക് വസ്തുതാപരമായി കാര്യം ബോധ്യപ്പെടുത്തുന്ന കോലത്തിലാണ് ഏതും നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കറാമത്ത് മുഴുവത്തുകൾ സംസാരിക്കേണ്ടത്. കേരളത്തിലെ വഹാബികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോ പ്രത്യേകിച്ച് ഈ ജിന്ന് മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് പണ്ടെന്ത് പറഞ്ഞു, ഇപ്പെന്ത് പറഞ്ഞു, ഇനി എന്ത് പറയണം എന്നൊരു പിടുത്തമല്ല. നിങ്ങൾ നോക്ക്, ഇപ്പൊ അടുത്ത ദിവസമാണ് നമ്മളെ തലപ്പാറ. ആ തലപ്പാറ വെച്ച് കബറ് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരന്മാരെ ഒരു വ്യവസ്ഥ എഴുതേണ്ടി വരികയാണ്. അങ്ങനെ വ്യവസ്ഥ എഴുതുമ്പോൾ എന്താണ് ജാറം കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹാബികളുടെ നിലപാട് എത്രയോ വേദികളിലും പേജുകളിലും വഹാബികൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. കബറ് കെട്ടി ഉയർത്തൽ തൗഹീദിനെ നശിപ്പിക്കുമെന്നാണ് വഹാബികൾ സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത്. ജാറം കെട്ടി ഉയർത്താൻ പാടില്ല. അങ്ങനെ ജാറം കെട്ടിയുയർത്തുന്നത് തൗഹീദ് നശിപ്പിക്കും. അത് മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് വഹാബികൾ. ഇത് അവരുടെ പാഠപുസ്തകമാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഉമർ മൗലവിയുടെ ഒരു പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ്, എന്താണ് ഉമർ മൗലവി പറയുന്നത്? ജാറം കെട്ടിപ്പൊക്കലും ജാറത്തിലേക്ക് തീർത്ഥാടനം നടത്തലും ജാറം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രസ്തുത ഷഹാദത്തിനെതിരാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് മാത്രമല്ല കൽബോണ്ടും കൂടിയാണ്. ഒരാൾ തൊള്ളോണ്ട് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് കൽബിലെ ഷഹാദത്ത് മുറിയില്ല, കൽബിലും കൂടി ആ വിശ്വാസം വേണം. അവിടെയാണ് ഷഹാദത്ത് മുറി, അതൊരു വിഷയം. പക്ഷെ ജാറം കെട്ടിയാൽ തൗഹീദ് എന്ന് പുറത്തു പോകുമെന്ന് ഉമർ മൗലവി പറയാണ്. മറ്റൊരു പുസ്തകത്തിൽ ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്തി എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ്, കാഫിറാകുന്ന ബിദ്അത്ത് പറഞ്ഞിട്ട് പറയാണ്, ജാറം കെട്ടിപ്പൊന്തിക്കൽ ഇതൊക്കെ ശിർക്കിന്റെ പരിപാടിയാണ്. മറ്റൊരു പുസ്തകത്തിൽ മുജാഹിദ് മൗലവി രേഖപ്പെടുത്താൻ. ഇനി KNM പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട്, ഷെയ്ഖുമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാലമൗലിദ്, റാത്തീബ്, ജാറങ്ങള്, ഉറൂസുകള് എന്നിവയെല്ലാം ബിദ്അത്തും ശിർക്കും അബദ്ധവുമാണ്. ഇതാണ് നാളിതുവരെ തെരുവിലും പേജിലുമായി വഹാബികൾ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ആശയം സഹോദരന്മാരെ ജനങ്ങളുടെ മുന്നിൽ ഇവരെ ഒസ്വാസാക്കിയപ്പോൾ അതിനാണ് നമ്മൾ സംവാദത്തിന് പോണത്.
ജാറം കെട്ടിപ്പൊന്തിക്കൽ ഹലാലോ ഹറാമോ സുന്നത്തോ എന്നതൊക്കെ ഒരാൾ മുസ്ലിമായിന്റെ ശേഷം തീരുമാനിക്കേണ്ട വിധികളാണ്. ഇത് ശിർക്കന്നെയാണെങ്കിൽ പിന്നെ ഓന്റെ ഹറാമോ ഹലാലോ ആരെങ്കിലും നോക്കണോ? തല പോയ തെങ്ങിന് ആരാ തടം തുറക്കാറുള്ളത്? ആരാ വളടാറുള്ളത്? അപ്പൊ വ്യവസ്ഥയിൽ നമ്മുടെ ആളുകൾ അവരോട് പറയണേ, ജാറം ശിർക്കാണ് എന്നല്ലേ ഇത്രയും കാലങ്ങൾ പറഞ്ഞത്? ജാറവുമായി ബന്ധപ്പെട്ട എല്ലാം ശിർക്കാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് ആ വാദമുണ്ടോ എന്ന് നമ്മളെ പ്രവർത്തകൻ ചോദിക്കാൻ. ഇതുപോലെ ജാറം കെട്ടിപ്പൊക്കൽ ഷിർക്കാണെന്ന് നിങ്ങൾ വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങോട്ടെ ഇതാണ് നിങ്ങൾ ഉണ്ട് എങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ താടി നരച്ചുകൂടെ വന്നിരുന്നതോട് കാര്യമില്ല. ഇത്ര കാലം നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഒരു വാദമുണ്ട്, ജാറം കെട്ടിപ്പൊക്കൽ ഷിർക്കാണെന്ന വാദം. ആ വാദം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണെങ്കിൽ ഷിർക്കാണ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഞങ്ങളെ പഴയ മൗലവിമാരെ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്, ഞങ്ങൾക്ക് ആ വാദമില്ല എങ്കിൽ എങ്കിലും നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ തലപ്പാറയിലുള്ള സമൂഹത്തിന്റെ മുമ്പിൽ അപ്പൊ എന്താണ് നാളിതുവരെയായി മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വഹാബികൾ എഴുതുകയും പറയുകയും ചെയ്ത തോന്നിവാസമാണ് മക്ബറയിൽ പോകലും മക്ബറ കെട്ടലും ഒക്കെ ശിർക്കാണ് എന്ന വാദം. കൊച്ചുകുട്ടികൾക്ക് മദ്രസ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിക്കാൻ. അപ്പൊ വ്യവസ്ഥയിൽ അത് ശിർക്കാൻ എഴുതടോ എന്ന് പറയുമ്പോ വഹാബിയക്ക് ധൈര്യമല്ല. എന്താ കാരണം എന്നറിയോ? ഇന്നലെ ഏത് തൗഹീദ മൗലവിമാർ യോഗം കൂടി ശിർക്കാക്കിയെന്ന് എങ്ങനെ കുട്ടിയാക്കാറി? ഇനി നാളെ ഏത് ശിർക്ക തൗഹീദാകാന്ന് എന്താ അറിയും? സിഹർ പണ്ട് ശിർക്കായിരുന്നു, പക്ക കണ്ണേറ് ശിർക്കായിരുന്നു, ബറക്കത്ത് ശിർക്കായിരുന്നു. എത്ര ഡസക്കണക്കിന് വിഷയങ്ങളാണ് ഇപ്പൊ തൗഹീദായത്. ഇന്ന് തൗഹീദായ എത്ര കാര്യങ്ങളാ നാളെ ശിർക്കാകുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് കുട്ടിയാക്കി കഥയൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ പ്രവർത്തകർ, നാടൻ പ്രവർത്തകർ ചെന്നിട്ട് ചോദിക്കാണ് മൗലവി കുട്ടികളോട്, ഇത് ശിർക്കാ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞ വാദപ്പുണ്ടോ? അപ്പൊ ഒരു മൗലവി പറയാണ്, അങ്ങനൊരു വാദം ഞങ്ങൾക്കുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾ വാദിച്ചോളീ. ഇവർക്ക് അങ്ങനെ വാദമല്ല. എന്താണ് മുജാഹിദ് എന്ന് ഇന്നത്തെ മുജാഹിദിയൊക്കെ അറിയണ്ട. കാക്ക നടത്തം പഠിച്ച പോലെയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കാക്ക ബഹുമാനിച്ച് കാക്കച്ചി എന്ന് പറയാലോ, അതിങ്ങനെ ചാടിച്ചാടിയാ പോകല്. കാരണം എന്താ? പഴയ നടത്തം മാറ്റി ഒന്ന് പുതിയത് പഠിച്ചതാ. പുതിയത് പഠിഞ്ഞതുമില്ല, പഴയത് മറന്നും ചെയ്ത്. ഈ ഒരവസ്ഥയിലാണ് മുജാഹിദുകൾ. അവർക്ക് ഇന്നലെ പറഞ്ഞ ശിർക്ക് ഇന്ന് തൗഹീദോ ശിർക്കോ എന്നറിയില്ല. അങ്ങനെ മുജാഹിദീങ്ങളെ തിരിച്ചുള്ള മറുപടി, കുറിച്ച് ഞങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന വാദം ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ വാദമായി നിങ്ങൾ അങ്ങനെ വാദിക്കുന്നു എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളല്ല വാദിക്കുന്നത്, നിങ്ങളാണ് വാദിച്ചത്. കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഉമ്മത്തിനെ മുശ്രിക്കാക്കാൻ നിങ്ങൾ വിഷം കുത്തിവെച്ചു. ജാറം കെട്ടി ഉയർത്തിയാൽ തൗഹീദ് പൊളിയുമെന്ന്. പക്ഷേ സുന്നികളെ മുമ്പിൽ അത് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. താടിയും മുടിയും നരച്ച ഒരു കാക്കകാരനോല് എത്ര മുജാഹിദിന്റെ പ്രസംഗം കേട്ടക്കോ അയാൾ ഈ ഹയാത്ത് കാലത്തിനിടയ്ക്ക് അയാൾ വന്നിട്ട് പറയാണ്, ജാറം കെട്ടൽ ശിർക്കാണ് എന്ന വാദം ഞങ്ങളെ മേലെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാണ്. ഈ ബുക്കിലൊക്കെ എഴുതിയതേ. ഇനി എത്ര ഡസൻ കണക്കിന് ബുക്കിൽ വില എഴുതിയിരിക്കണേ. ഈ എഴുതിയതാ നമ്മൾ ഉദ്ധരിക്കണത്. അത് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കാണ് സുന്നിയാൾ എന്നാണ് ഒരു കാക്ക വന്നിട്ട് നരച്ച താടിയും മുടിയും കാട്ടി പറയണേ. ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാത്തൊരു വാദം, ഞങ്ങൾക്ക് അഭിപ്രായമില്ലാത്തൊരു വാദം ഞങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങളെ പാഠപുസ്തകത്തിലെ വാദം ആരെ വാദമാണ് മുജാഹിദുകളെ? ഉമർ മൗലവി പല പുസ്തകങ്ങളിൽ എഴുതിയത് ആരെ വാദമാണ് മുജാഹിദുകളെ? നിങ്ങളുടെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുള്ളത് ആരെ വാദമാണ് മുജാഹിദുകളെ? മുസ്ലിമീങ്ങളെ, ഇത് ഈ ഉമ്മത്തിനെ കുരങ്ങ് കളിപ്പിക്കുന്ന കലാപരിപാടിയാണ്. അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന തോന്നിവാസമാണ് വഹാബിസം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സംവാദത്തിനിരിക്കുമ്പോൾ ആ വ്യവസ്ഥയിൽ നാളിതുവരെയായി പറഞ്ഞ അതും ഒരു മുസ്ലിമിനെതിരെ 10,000 വട്ടം ചിന്തിച്ചു മാത്രം പറയേണ്ട ഒരു കാര്യം, പാരമ്പര്യമായി മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന ഒരു കാര്യം, ആ കാര്യം ശിർക്കാണെന്ന് പറയുമ്പോ 10,000 വട്ടം ചിന്തിക്കണ്ടേ മുജാഹിദേ? വ്യവസ്ഥ എഴുതാൻ ധൈര്യപ്പെടുന്നില്ല.
സുഹൃത്തുക്കളെ, ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്ക്, വഹാബികൾ എന്നത് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ചുരുക്കി പറയുകയാണ്. മൗലവിമാരുടെ തലക്കൊക്കാത്ത കാര്യങ്ങളെ, ആ തലക്കൊക്കാത്ത കാര്യങ്ങൾ അവർ മതത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. അതിൻ്റെ ഭാഗമാണ് അവർ കറാമത്തിൻ്റെ തേട്ടം ശിർക്കാക്കിയത്, മുഅ്ജിസത്തിൻ്റെ തേട്ടം ശിർക്കാക്കിയത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് മൗലവിമാർ പറയാനുള്ള കാരണം അതൊക്കെയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിന് വഹാബികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. യുക്തിക്കൊക്കാത്ത പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വഴികളിലൂടെ ആരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ സഹായം പ്രതീക്ഷിച്ചാൽ ആ സഹായം പ്രതീക്ഷിക്കുന്നതോടുകൂടെ അവർ മുശ്രിക്കാകുമെന്ന് മൗലവി പറയാണ്. ഇവിടെ എന്നിട്ട് നമ്മുടെ ഫൈസൽ മൗലവി പച്ചക്കൊരു നുണ പറയാൻ. എന്താണ് പച്ചക്ക് മൂപ്പര് പറയണ നുണാര്യങ്ങള്? മറഞ്ഞ വഴിയിലൂടെ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും പേടിക്കാൻ പാടില്ല, ഒരാളെയും ഭയപ്പെടാൻ പാടില്ല, ഒരാളിൽ നിന്നും സഹായം തേടാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട് എന്ന് സഹോദരന്മാരെ ഒരു മുജാഹിദ് മൗലവി പച്ചയായ കളവ് പറയുകയാണ്. ഇതെന്തിനാണ് പറയുന്നത്? അവരുടെ യുക്തിക്കൊക്കാത്ത, അവരുടെ തലച്ചോറിലൊക്കാത്ത ആശയങ്ങൾ അവർക്ക് നിഷേധിക്കാൻ വേണ്ടിയാണ്. അവനെ മാത്രമേ മറഞ്ഞ വഴിയിൽ അദൃശ്യമാർഗത്തിൽ ഭയപ്പെടാവൂ, പ്രതീക്ഷിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ വചനമടക്കി പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരായത്ത് ഖുർആനിലില്ല. മറഞ്ഞ വഴിക്കും തെളിഞ്ഞ വഴിക്കും അല്ലാഹനെ അല്ലാതെ ഭയപ്പെടരുത് എന്നാണ് ഖുർആനിലുള്ളത്. അല്ലാതെ മറഞ്ഞ വഴിക്ക് ഭയപ്പെടരുത് എന്ന് ഖുർആനിലില്ല. അത് മൗലവിമാരുടെ കരിഞ്ചന്തയാണ്. ഇനി മൗലവി ഒരു ആയത്തോതാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന്റെ ബാക്കി ആ മൗലവി തന്നെ പറയാണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നു, തേടുന്നു, പ്രാർത്ഥിക്കുന്നുവെന്ന വചനമിറങ്ങി. ആ ഒരു ആശയം ജീവിതത്തിൽ സ്വീകരിച്ചതിന് ശേഷം പിന്നെ അല്ലാഹുവിനെ അപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് മറഞ്ഞ വഴിക്ക് നിന്നോട് ഞങ്ങൾ തേടുള്ളൂ, തെളിഞ്ഞ വഴിക്ക് ഞങ്ങൾ എല്ലാരോടും തേടിക്കോളാന്ന് ആയത്തുണ്ടോ മുജാഹിദേ? അങ്ങനെ ഒരു അർത്ഥം ഈ ഫാത്തിഹ സൂറത്തിനുണ്ടോ? മൗലവിമാരുടെ യുക്തിക്കൊക്കാത്ത വിശ്വാസം ശിർക്കിലേക്ക് തള്ളാൻ അങ്ങനെ മൗലവി ഇയ്യാക നഅ്ബുദുവിന് വേറൊരു മൗലവി അർത്ഥം വെക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നോട് ചോദിക്കേണ്ടതായ കാര്യങ്ങൾ നിന്നോട് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ എന്നാ മൗലവി അതിന് അർത്ഥം വെക്കണേ. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളൂ. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ ചില ചോദ്യങ്ങളുണ്ട്. ആരാണ് മൗലവി അതിന്റെ ലിസ്റ്റ് റെഡിയാക്കുക? അള്ളാഹ്നോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം ഏതാണ്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നസ്തഈൻ. അടുക്കളയിൽ ഉപ്പ് തീർന്നാൽ നിങ്ങൾ റബ്ബിനോടാ ചോദിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വാറി ചെരുപ്പിൻ്റെത് പൊട്ടിയാൽ നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹ്നോടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉടമക്കാരനാണ്, ഇലാഹാണ് എന്ന നിലക്ക് അടുക്കളയിലെ ഉപ്പ് തീർന്നാലും ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും ഭാര്യക്ക് മക്കളില്ലാതെയായാലും ഉമ്മ മരണപ്പെട്ടു പോയാൽ സ്വർഗം കിട്ടണമെങ്കിലും എല്ലാം അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത് എന്നല്ലേ നമ്മൾ തേടുന്നത്? കാരണം അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരു സഹായമില്ല. അതുകൊണ്ട് തലവേദന വന്നാൽ നമ്മൾ പാരസെറ്റാമോൾ കുടിക്കും. കുടിക്കണ ഗുളികയാണെങ്കിലും ദ്വാരക്കണ പഠിച്ചവനോടും സഹായം തേടണ മെഡിക്കൽ ഷാപ്പിലെ പണിക്കാരനോടുമാണ്. അവിടുന്ന് രോഗം മാറിയില്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിൽ അവിടുന്ന് അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പോണത് ഡോക്ടറെടുത്താണ്, സഹായം തേടുന്നത് ഡോക്ടറോടാണ്. പക്ഷെ അപ്പോഴൊക്കെ ദ്വാരക്കണത് അള്ളാനോടാണ്. ഡോക്ടർ മരുന്ന് എഴുതിയാലും ശിഫ തരേണ്ടത് അള്ളയാണ്. വയ്യാക നസ്തഈൻ. പക്ഷെ മുജാഹിദ് എപ്പോഴാ ദ്വാരക്കറിയോ? നമുക്ക് ദുആ പഠിപ്പിക്കാൻ വന്ന ചരക്കളാ. മൗലവി പറയണേ എപ്പോഴാ ദ്വാരക്കേണ്ടത്? മെഡിക്കൽ കോളേജിൽ ബാപ്പാനെ കൊണ്ടുപോയി കുത്താനുള്ള സൂചിയൊക്കെ കുത്തി, കയറ്റാനുള്ള ഓക്സിജനൊക്കെ കയറ്റി, അവസാനം ഗ്ലൂക്കോസ് കയറ്റാൻ നരമ്പ് കിട്ടാതെയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ധർമാശുപത്രി കൊണ്ടുപോയിക്കോളിയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ധർമാശുപത്രിക്ക് മടക്കുന്നത് ബാപ്പാക്ക് ഹയാത്ത് ബാക്കിട്ടാനല്ല, മരിച്ചോളം എരുത്തെവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി കടത്താനാണ്. അപ്പം മൗലവി പറയാണ് അപ്പോഴാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. അറിയാലോ, ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു.
നമ്മുടെ മകളെ ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയുന്നത് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. എന്ത് കഴിവാണ് മനുഷ്യന്റെ കയ്യിൽ അസ്തമിക്കാനുള്ളത്? അന്നൽ ഖുവത ലില്ലാഹി ജമീആ, സകല കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ഡോക്ടറാവട്ടെ, വലിയാവട്ടെ, മെഡിസിൻ ആവട്ടെ, കറാമത്താവട്ടെ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ സഹായമില്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ പടച്ചത് അല്ലാഹയാണ്, നിങ്ങളെ പ്രവർത്തനം പടക്കുന്നവൻ അല്ലാഹയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. അല്ലാഹു നിങ്ങളെ സംരക്ഷകനാണ്. അത് അല്ലാഹു സൃഷ്ടിക്കുന്ന സംരക്ഷണമാണ്, അല്ലാഹു സൃഷ്ടിക്കുന്ന സഹായമാണ്. വറസൂലുഹു, അല്ലാഹു സംരക്ഷകനാണ് എന്ന വേർഡിലേക്ക് തന്നെ ആഡ് ചെയ്ത് അല്ലാഹു തആല പറയാണ് റസൂലും സംരക്ഷകനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണം എങ്ങനെയാണ്? വല്ലാഹു മുഅ്തിയന ഖാസിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാഹയാണ് തരുന്നത്, ഞാനാണ് സപ്ലയർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൗതികമായ വഴികളിലൂടെ അല്ലാഹ് തരുന്നത് ഡോക്ടർമാർ വിതരണം ചെയ്യുകയാണ്. അഭൗതികമായ വഴികളിലൂടെ അമ്പിയാ ഉലിയാക്കളുടെ കറാമത്തിലൂടെ കിട്ടുകയാണ്. ഭൗതികമായ വഴികളിലൂടെ ആര്യവൈദ്യത്തിൽ നിന്ന് ആര്യവൈ കഷായത്തിലൂടെ നമുക്ക് ആ സഹായം കിട്ടുകയാണ്. അത് ഭൗതിക വഴിയാണ്. എന്നാൽ സംസം വെള്ളത്തിലൂടെ നമുക്ക് ശിഫ കിട്ടുന്നുണ്ട്, മന്ത്രിച്ചൂത്തിലൂടെ ശിഫ കിട്ടുന്നുണ്ട്, നൂലൂതി കെട്ടുന്നതിലൂടെ പിഞ്ഞാണം എഴുതി കെട്ടുന്നതിലൂടെ ശിഫ കിട്ടുന്നുണ്ട്. അതും അള്ളാഹുവിന്റെ ശിഫയാണ്. വഹാബികൾ തലക്കൊക്കാത്തത് മതത്തുനിന്ന് വെട്ടിയിട്ട് ശിർക്കാക്കുകയാണ്. എന്നാൽ നമുക്കിതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ്. ഡോക്ടർക്ക് കഴിവുകളില്ല, എഞ്ചിനീയർക്ക് കഴിവുകളില്ല, വലിയന് കഴിവുകളില്ല, അമ്പിയാക്കൾക്ക് കഴിവുകളില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീആ.